നമസ്കാരം. പോഡ്കാസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നീ പോഡ്കാസ്റ്റ് എന്ന് പറയും, ഞാൻ ഓണം പറയും, നീ ഓട്ട് എന്ന് പറയും, എന്നിട്ട് 1 2 3 പോഡ്കാസ്റ്റ് കൊണ്ടുവരും. അപ്പോൾ ഇന്നലെ നാഗ്പൂരിലെ വിദർഭയിൽ ഇന്ത്യ ഇംഗ്ലണ്ട് ഫസ്റ്റ് ഓടി നടന്നു. സോ ആ കളിയിൽ ഇന്ത്യ 4 വിക്കറ്റാണ് ജയിച്ചിട്ടുള്ളത്. സോ അതിനെപ്പറ്റി നമുക്കൊരു ചെറിയൊരു റിവ്യൂ ആണ് നമ്മൾ നോക്കുന്നത്. സോ ഇന്നലെ എന്ത് നടന്നു നോക്കുന്നു. ടോസ് കിട്ടിയ ഇംഗ്ലണ്ട് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇംഗ്ലണ്ട് 47.4 ഓവറിൽ 284 ആൾ ഔട്ടായി. ഇന്ത്യ 38.4 ഓവറിൽ 251 6. അങ്ങനെ ഇന്ത്യ 4 വിക്കറ്റ് ജയിച്ചു. മാൻ ഓഫ് ദി മാച്ച് ഉണ്ടായിരുന്നത് ശുഭ്മാൻ ഗില്ലായിരുന്നു. സോ നമുക്ക് കളിയുടെ ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ ജോസ് ബട്ട്ലർ 52 റൺസ്, ജേക്കബ് ബെത്തൽ 51 റൺസ്, പിന്നെ നമ്മുടെ ഫിൽ സോൾട്ട് 43 റൺസ്. ഇന്ത്യയുടെ ബോളിംഗ് നോക്കുകയാണെങ്കിൽ ജഡേജയ്ക്കും ഹർഷിത് റാണയ്ക്കും 3 വിക്കറ്റ് വീതം കിട്ടി. സോ അടുത്ത് ഇന്ത്യയുടെ ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ തന്നെ ശുഭ്മാൻ ഗിൽ 87 റൺസ്, ശ്രേയസ് അയ്യർ 59 റൺസ്, അക്ഷർ പട്ടേൽ 52 റൺസ്. ഇംഗ്ലണ്ടിൻ്റെ ബോളിംഗ് നോക്കുകയാണെങ്കിൽ സായിക് മഹമ്മൂദിന് ആദിൽ റഷീദിനും 2 വിക്കറ്റ് വീതം. സോ കളിയുടെ സമ്മറി നോക്കുകയാണെങ്കിൽ ഇന്നലെ ഇതാണ് സംഭവിച്ചത്. ഇംഗ്ലണ്ട് ഇന്നിങ്സ് നോക്കുകയാണെങ്കിൽ ടോസ് കിട്ടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇംഗ്ലണ്ട് വളരെ അഗ്രസീവ് സ്റ്റാർട്ട് തന്നെയായിരുന്നു തുടങ്ങി വെച്ചിരുന്നത്. ഫിൽ സോൾട്ടും ബെൻ ഡക്കറ്റും കൂടി 71 റൺസാണ്, അത് 8 ഓവറിൽ 71 റൺസാണ് അവരുടെ പാർട്ണർഷിപ്പ് എന്നുള്ളത്. പക്ഷേ ആ ഒരു റൺഔട്ട്, ഫിൽ സോൾട്ടിൻ്റെ റൺഔട്ടിന് ശേഷമാണ് മൊമെൻറ്റം മാറി നോക്കുകയാണെങ്കിൽ പറയാൻ പറ്റും. പിന്നെ നമ്മൾ നേരത്തെ സ്ഥിരം പറയുന്ന 2020 പറഞ്ഞ അതേ സാധനം തന്നെയാണ് മിഡിൽ ഓർഡേഴ്സിൻ്റെ കൊളാപ്സ് ഉണ്ടായിരുന്നത്. സോ വളരെ മികച്ചൊരു സ്റ്റാർട്ടിങ് കിട്ടിയെങ്കിലും മിഡിൽ ഓർഡേഴ്സിന് കൃത്യമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നെ ബാറ്റ്സ്മാൻ കാര്യമൊന്നും സാധിച്ചില്ല. സോ അതിനുശേഷം ജോസ് ബട്ട്ലറും ജോ റൂട്ടും കൂടി ഒരു ഇന്നിങ്സ് നല്ലൊരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുന്ന പ്രതീക്ഷിച്ച സമയത്ത് തന്നെയാണ് ജോ റൂട്ട് ഔട്ടായത്. പിന്നെ അതിനുശേഷം വന്ന ലിവിങ്സ്റ്റൺ ആണെങ്കിലും ശരി, കാഴ്സൺ ആണെങ്കിലും ശരി, ആർക്കും പ്രത്യേകിച്ചൊന്നും നേടാൻ സാധിച്ചില്ല. ജേക്കബ് ബെത്തൽ ഒരു അറ്റത്ത് നിന്ന് പരിശ്രമിച്ചെങ്കിലും കൂടെ നിന്ന് കളിക്കാൻ ആരും കിട്ടിയില്ല. അത് നമ്മൾ കഴിഞ്ഞ 2020 എല്ലാം പറഞ്ഞ കാര്യം തന്നെയാണ് മിഡിൽ ഓർഡർ കൊളാപ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. മിഡിൽ ബോളിംഗ് ആണെങ്കിലും വളരെ കൃത്യമായ ലൈനും ലെങ്ത് എല്ലാം നോക്കി തന്നെ കൃത്യമായുള്ളൊരു ആക്ഷൻ പ്ലാനിൽ കൂടി തന്നെയാണ് ഇന്ത്യ ബോൾ എറിഞ്ഞത്. സോ അതുകൊണ്ട് തന്നെ 248 എന്ന സ്കോറിൽ ആൾ ഔട്ടാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. പിന്നെ എടുത്ത് പറയേണ്ടത് ഹർഷിത് റാണ ഡെബ്യൂ ആണ്. 7 ഓവർ 53 റൺസ് 3 വിക്കറ്റ്. ഇച്ചിരി എക്സ്പെൻസീവ് ആയിരുന്നു എങ്കിൽ കൂടി നല്ലൊരു ഡെബ്യൂ തന്നെയാണ് ഹർഷിത് റാണ കാഴ്ചവെച്ചത്. ഫസ്റ്റ് ഓവർ മാത്രമാണ് കുറച്ച് ഒരുപാട് റൺസ് വഴങ്ങിയത്. പക്ഷേ അതിനുശേഷമുള്ള മീഡിയൻ ഓവറാണെങ്കിലും അതിനുശേഷം എറിഞ്ഞ ബോളിംഗ് ആണെങ്കിലും വളരെ മികച്ച രീതിയിൽ തന്നെ ഹർഷിത് റാണ ബോൾ എറിഞ്ഞു. പിന്നെ നമുക്ക് ഇന്ത്യയുടെ ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ തന്നെ 249 റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയുടെ തുടക്കത്തിൽ തന്നെ ജയ്സ്വാളും നമ്മുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും നമ്മുടെ ആർച്ചറും സായിക് മഹമ്മൂദും കൂടി വിക്കറ്റ് എടുത്തു. സോ ഇന്ത്യ ആ സമയത്ത് നല്ല പ്രഷറിലിരുന്ന സമയത്ത് ശ്രേയസ് അയ്യറും നമ്മുടെ ശുഭ്മാൻ ഗില്ലിൻ്റെ ഒരു പാർട്ണർഷിപ്പ്, അത് എടുത്ത് പറഞ്ഞ പാർട്ണർഷിപ്പാണ്, 89 റൺസിൻ്റെ പാർട്ണർഷിപ്പ്. സോ അത് തന്നെയാണ് മൊമെൻറ്റം ഷിഫ്റ്റ് ചെയ്യിപ്പിച്ചത്. നമ്മുടെ ശ്രേയസ് അയ്യറിൻ്റെ 36 ബോൾ 59 റൺസ്. ആ ഒരു ക്വിക്ക് അറ്റാക്കും ഇംഗ്ലണ്ടിനെ പിടിച്ചു കുലുക്കി. ആ ഇന്നിങ്സിൽ ആർച്ചറിന് തുടരെ 6 അടിച്ചതും കൂടി എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. സോ അതിനുശേഷം ശുഭ്മാൻ ഗില്ല് അവിടെ ശ്രേയസ് അയ്യർ ഔട്ടായതിനു ശേഷം ശുഭ്മാൻ ഗിൽ അവിടെ നിർത്തിയില്ല. നമ്മുടെ അക്ഷർ പട്ടേലിനെ കൂട്ടിപ്പിടിച്ചിട്ട് 108 റൺ പാർട്ണർഷിപ്പ് അവിടെയും ബിൽഡ് ചെയ്തു. സോ സെഞ്ചുറി അടിക്കുന്ന പ്രതീക്ഷിച്ചിരുന്ന സമയത്താണ് നമ്മുടെ ശുഭ്മാൻ ഗിൽ 87 റൺസിന് ഔട്ടായത്. പിന്നെ അക്ഷർ പട്ടേൽ നല്ലൊരു നിലനിൽപ്പ് നിർത്തി. സോ നമുക്ക് അക്ഷർ പട്ടേൽ നമുക്ക് എവിടെ ഇറക്കിയാലും സ്റ്റെബിലിറ്റി കിട്ടും എന്നുള്ളത് അക്ഷർ പട്ടേൽ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. പിന്നെ അതിനുശേഷം കെ എൽ രാഹുലാണ് ശരി, ഹർദീപ് പാണ്ഡ്യ, കെ എൽ രാഹുലിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധിച്ചില്ല. കെ എൽ 2 റൺസിന് പുറത്തായി. പിന്നെ ഹർദീപ് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ വലിയ കാര്യമായിട്ട് പണിയെടുക്കേണ്ടി വന്നില്ലെങ്കിലും ആ ഒരു മൊമെൻറ്റം ചെറുതായിരുന്നു കീപ്പ് ചെയ്തിട്ട് ഇന്ത്യ കളി ജയിപ്പിച്ചു. ഇതൊക്കെയാണ് ഇന്നലത്തെ കളിയിൽ സംഭവിച്ചത്. നമുക്കൊന്ന് ടാക്ടിക്കൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ തന്നെ ഇംഗ്ലണ്ടിൻ്റെ ഫസ്റ്റ് ഓപ്പണിംഗ് പാർട്ണർഷിപ്പ്, സോ അത് കഴിഞ്ഞ 2020 നമ്മൾ കണ്ടാണ് വളരെ റിസ്കി സ്റ്റാർട്ടാണ് അവർ നടക്കുന്നത്. സോ പക്ഷേ മിഡിൽ ഓർഡറിൻ്റെ കൊളാപ്സ് ഇംഗ്ലണ്ടിന് വീണ്ടും തിരിച്ചടിയായിരിക്കുകയാണ്. ആ മൊമെൻറ്റം കീപ്പ് ചെയ്യാൻ ഇംഗ്ലണ്ട് ബാറ്റേഴ്സിന് ഇപ്പോഴും സാധിച്ചിട്ടില്ല. സോ വരുന്നത് ചാമ്പ്യൻസ് ട്രോഫി വരുന്നുണ്ട്, അതിനുമെങ്കിലും ഇംഗ്ലണ്ട് അത് ശരിയാക്കട്ടെ നമുക്ക് നോക്കാം. ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് റൺഔട്ടായിരുന്നു. ആ റൺഔട്ടിന് ശേഷമാണ് ആ മൊമെൻറ്റം മൊത്തം കംപ്ലീറ്റ്ലി അതങ്ങ് പോയത്. പെട്ടെന്ന് തന്നെ 4 വിക്കറ്റ് പോയി. സോ എല്ലാം കൂടി ഇംഗ്ലണ്ടിന് പെട്ടെന്നൊരു നല്ലൊരു സ്കോർ ചെയ്യാനുള്ളത് സാധിച്ചില്ല. സോ നമുക്ക്
ഇന്നത്തെ ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് ഒരു കാര്യം മനസ്സിലാക്കാം, അവരുടെ കമ്മ്യൂണിക്കേഷൻ. ക്യാപ്റ്റനും കോച്ചും ആണെങ്കിലും ശരി, പ്ലെയേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ബെറ്റർ ആയാൽ മാത്രം മിഡിൽ ഓർഡേഴ്സിന് കുറച്ചുകൂടി നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇന്ത്യയുടെ ബോളിംഗ് നോക്കുകയാണെങ്കിൽ തന്നെ തുടക്കത്തിൽ തന്നെ നേരത്തെ പറഞ്ഞാൽ അഗ്രസീവായിട്ട് കളിച്ച് 2 കളിയിൽ ഇന്ത്യ പതറാതെ കൃത്യമായി തന്നെ എറിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് പെട്ടെന്ന് വിക്കറ്റ് കിട്ടുകയും വലിയൊരു കൂറ്റൻ സ്കോറിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്കോറിൽ നിന്ന് പോകാതെ 248 ഒതുക്കാൻ സാധിച്ചത്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹർഷിത് റാണയുടെയും ജഡേജയുടെയും മികച്ച ബോളിംഗ് തന്നെയാണ് നമ്മളുടെ കളിയിൽ കണ്ടത്. എടുത്തു പറയാനുള്ളത് ഇന്ത്യയുടെ ബാറ്റിംഗ് ആണ്. തുടക്കത്തിൽ തന്നെ 2 വിക്കറ്റ് പോയെങ്കിലും ആ ഒരു പ്രഷറിന് വകവയ്ക്കാതെ നമ്മുടെ ശ്രേയസ് അയ്യറിൻ്റെ ഒരു അഗ്രസീവ് സ്റ്റാർട്ടും ശുഭ്മാൻ ഗില്ലിൻ്റെ സ്റ്റഡിയായിട്ടുള്ള നോക്കും പിന്നെ അതിനുശേഷം വന്ന നമ്മുടെ അക്സർ പട്ടേലിൻ്റെ ഒരു മികച്ചൊരു ഇന്നിങ്സും. അപ്പോൾ ഇത് 3 കൂടി തന്നെയാണ് ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത്. പിന്നെ ഇംഗ്ലണ്ടിൻ്റെ ബോളിംഗ് നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്റ്റാർട്ട് ഇംഗ്ലണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും ആ ഒരു പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇംഗ്ലണ്ട് സാധിച്ചില്ല. നമ്മൾ 2020 പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് ഇംഗ്ലണ്ടിന് ഇപ്പോഴും പറയാനുള്ളത്. പാർട്ണർഷിപ്പ് ഉപയോഗിക്കാനായിട്ട് ഇംഗ്ലണ്ട് ബോളേഴ്സിന് സാധിച്ചില്ല. അതുപോലെ തന്നെ മിഡിൽ ഓവേഴ്സ് ക്യാപിറ്റലൈസ് ചെയ്യാൻ ഒരിക്കലും ഇംഗ്ലണ്ടിന് സാധിച്ചതുമില്ല. സോ ഇത്രയൊക്കെയാണ് ഇന്നലത്തെ കളീനെ പറ്റി പറയാനുണ്ടെങ്കിലും ഇന്ത്യക്ക് ഇനിയും ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡ് റെഡി ആയിട്ടില്ലെന്ന് നമുക്ക് പറയാം. കാരണം ഓപ്പണർമാർ 2 പേരും ഫോം ഔട്ടാണ്, KL ഫോം ഔട്ടാണ്. ബോളേഴ്സ് കുറച്ചുകൂടി നന്നായിട്ട് ബോൾ എറിയണം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം മോശമാണെന്നല്ല, കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു. പിന്നെ എടുത്ത് പറയാനുള്ളത് ജഡേജയ്ക്ക് 600 വിക്കറ്റാണ് ജഡേജ എടുത്തിട്ടുള്ളത് മൊത്തം കരിയറിൽ നിന്ന്. പിന്നെ ഇംഗ്ലണ്ടിനെതിരെ 3 വിക്കറ്റ് എടുത്തതോടുകൂടി ഇംഗ്ലണ്ട് വേഴ്സസ് ഇന്ത്യ ODIയിൽ ഏറ്റവും വിക്കറ്റ് എടുത്ത ബോളർ എന്നുള്ളത് ജഡേജയാണ്. 45 വിക്കറ്റാണ് ജഡേജ എടുത്തിട്ടുള്ളത്. പിന്നെ ശുഭ്മാൻ ഗില്ലിൻ്റെ 87 റൺസ്. ആദ്യമായിട്ടാണ് ഗില്ല് ഇംഗ്ലണ്ടിനെതിരെ ഒരു ഹാഫ് സെഞ്ചുറി കഴിക്കുന്നത്. അപ്പോൾ ജഡേജയ്ക്ക് 45 വിക്കറ്റ് കിട്ടിയതോടെ ഇതിനു മുമ്പുണ്ടായിരുന്ന 47 വിക്കറ്റ്സ് 27 മാച്ചിൽ നിന്ന് ഈ 42 വിക്കറ്റ്സ് കിട്ടിയ നമ്മുടെ ജെയ്മി ആൻഡേഴ്സനെ മറികടന്നാണ് ജഡേജ 45 വിക്കറ്റ്സ് കൊടുത്ത് വിക്കറ്റ് ടേക്കറിൽ ഒന്നാമനായി നിൽക്കുന്നത് ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് മത്സരങ്ങളിൽ. പിന്നെ എടുത്ത് പറയാനുള്ളത് ഡെബ്യൂവൻസ് ആണ്. ഹർഷിത് റാണ, നമ്മുടെ ജയ്സോള് കാര്യമായിട്ടും ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ഹർഷിത് റാണ മികച്ച രീതിയിൽ തന്നെ ബോൾ എറിഞ്ഞു. ഹർഷിത് റാണ ഡെബ്യൂ നോക്കുകയാണെങ്കിൽ തന്നെ ടെസ്റ്റിലായിരുന്നു ആദ്യം, കഴിഞ്ഞ BGTയിലായിരുന്നു ഫസ്റ്റ് ബോൾ എറിഞ്ഞത്. സോ ആ കളിയിൽ ഹർഷിത് റാണ 3 വിക്കറ്റ് കിട്ടി ഫോർ 48 റൺസ്. 2020 നോക്കുകയാണെങ്കിൽ അവിടെയും കിട്ടി 3 വിക്കറ്റ്. സോ ടെസ്റ്റിൽ വൺഡേയിൽ നോക്കുകയാണെങ്കിൽ വൺഡേയിലും കിട്ടി 3 വിക്കറ്റ്. സോ വളരെ മികച്ചൊരു തുടക്കം തന്നെയാണ് ഹർഷിത് റാണ കിട്ടിയിട്ടുള്ളത്. രാവിലെ കൊതുക് അപ്പോൾ വളരെ മികച്ചൊരു തുടക്കം തന്നെയാണ് ഹർഷിത് റാണ കിട്ടിയിട്ടുള്ളത്. സോ ഇത് മെയിൻറ്റെയിൻ ചെയ്യട്ടെ എന്ന് നമുക്ക് നോക്കാം. നല്ലൊരു മികച്ച ബോളർ തന്നെയാണ് ഹർഷിത് റാണ, പക്ഷേ കുറേ കൂടി മെച്ചപ്പെടാനുണ്ട്. സോ തുടക്കക്കാരൻ്റെ നിലയിൽ വളരെ മികച്ച പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. സോ അതുപോലെ തുടരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സോ ഇതൊക്കെ തന്നെ ഉള്ളൊരു ഈ കളീനെ പറ്റി പറയാനായിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത കളി ഇനി 9-ാം തീയതിയാണ് നടക്കുന്നത്. സോ നമുക്ക് അതിന് മുമ്പ് നോക്കുന്നില്ല, അതിനെപ്പറ്റി നമുക്കൊരു അനാലിസിസ് വീഡിയോ നടത്താം. അനാലിസിസ് അല്ല, ജസ്റ്റ് പ്രൊഡക്ഷൻ പോലെ കഴിഞ്ഞ എപ്പിസോഡ് ചെയ്തത് നമുക്ക് വീണ്ടും ചെയ്യാം. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിരെ ബൈ.